തൊണ്ണൂറ്റാറാമത് ഓസ്കാർ പുരസ്കാര പ്രഖ്യാപനത്തിൽ തിളങ്ങി ഓപ്പൺഹൈമർ. 7 പുരസ്കാരങ്ങളാണ് ഓപ്പൺഹൈമർ വാരിക്കൂട്ടിയിരിക്കുന്നത്. മികച്ച സംവിധായകൻ, നടൻ, ചിത്രം, സഹനടൻ, ഒറിജിനൽ സ്കോർ, എഡിറ്റർ, ഛായാഗ്രഹണം എന്നീ പുരസ്കാരങ്ങളാണ് ഓപ്പൺഹൈമറിന് ലഭിച്ചത്. ആറ്റം ബോംബിന്റെ പിതാവ് ജെ റോബർട്ട് ഓപ്പൺഹൈമറിന്റെ കഥ പറഞ്ഞ ചിത്രമാണ് ഓപ്പൺഹൈമർ. മികച്ച സംവിധായകനായി ക്രിസ്റ്റഫർ നോളനെ തെരഞ്ഞെടുത്തപ്പോൾ മികച്ച നടന്റെ ഓസ്കാർ പുരസ്കാരം കിലിയൻ മർഫിക്ക് ലഭിച്ചു. ഓപ്പൺഹൈമറിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള പുരസ്കാരം റോബർട്ട് ഡൗണി ജൂനിയറിനാണ്. മികച്ച ഒറിജിനൽ സ്കോറിനുള്ള പുരസ്കാരം ഓപ്പൺഹൈമറിനാണ് ലഭിച്ചത്. മികച്ച എഡിറ്ററിനുള്ള പുരസ്കാരം ജെന്നിഫർ ലേം, മികച്ച ഛായാഗ്രഹണം ഹോയ്റ്റ് വാൻ ഹെയ്ഡേമ എന്നിവർക്കും ലഭിച്ചു. 13 നോമിനേഷനുകളുമായാണ് ഓസ്കാറിൽ ഓപ്പൺഹൈമർ എത്തിയത്. റോബർട്ട് ഡൗണി ജൂനിയറിന്റെ കരിയറിലെ ആദ്യ ഓസ്കാർ നേട്ടമാണിത്. ഇതിനകം 7 ബാഫ്റ്റയും 5 ഗോൾഡൻ ഗ്ലോബും വാരിക്കൂട്ടിയ ഓപ്പൺഹൈമർ തന്നെയാണ് ഓസ്കാറിലും താരമായിരിക്കുന്നത്.